പ്രൈസ് ദി ലോർഡ്. പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തിലേക്ക് ക്രിസ്തുയേശുവിൽ നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെയൊക്കെ പ്രാർത്ഥനയും കാത്തിരിപ്പും കഴിഞ്ഞ മാസം 30-ാം തീയതി സഫലമായി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ആരംഭിച്ചു. നെയ്യാറ്റിൻകര അമരവിളയിൽ താന്നിമൂട് MS ബിൽഡിങ്ങിൻ്റെ താഴത്തെ നിരയിൽ നമ്മുടെ പ്രാർത്ഥന കടന്നു വന്നവരെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. നിങ്ങളോടുള്ള സ്നേഹവും കടപ്പാടും തുടർന്നുള്ള പ്രാർത്ഥനയും അറിയിക്കുന്നു. തുടർന്നും കടന്നു വരിക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ കൂട്ടിവരുത്തുക. അതിന് സമീപ പ്രദേശങ്ങളിലായിരിക്കുന്നവർ, ആ പ്രദേശങ്ങളിൽ പരിചയക്കാരുള്ളവർ നിങ്ങളുടെ പരിചയക്കാരോട് അറിയിക്കുക. എല്ലാ ഞായറാഴ്ചയും 3 മണി മുതൽ നമ്മളവിടെ ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തും, സ്തുതിക്കും, ആരാധിക്കും, വിടുതൽ പ്രാപിക്കും. കുടുംബങ്ങൾ വിടുവിക്കപ്പെടുന്ന, വ്യക്തികൾ വിടുവിക്കപ്പെടുന്ന, അതിലുപരിയായി നിങ്ങളിലൂടെ നിങ്ങളുടെ കുടുംബം വിടുവിക്കപ്പെടുന്ന, നിങ്ങളിലൂടെ നിങ്ങളുടെ ദേശം വിടുവിക്കപ്പെടുന്ന ആ ദർശനത്തിലേക്ക് കർത്താവ് നിങ്ങളെ കരം പിടിച്ചു നടത്തും. ഞങ്ങളുടെ ദർശനം നിങ്ങളിൽ നിശ്ചയമായും നിവർത്തിയാകുക തന്നെ ചെയ്യും. അപ്പോൾ പിന്നെയും പ്രാർത്ഥിക്കുക. കടന്നു വരുവാൻ കഴിയുന്നുള്ളവർ കടന്നു വരിക. നിങ്ങളുടെ പരിചയക്കാരെയും കൂട്ടിവരുത്തുക, അവരോട് ഇൻഫോം ചെയ്യുക. ആ കടന്നു വന്നവരൊക്കെ പറഞ്ഞൊരു പരാതി, പെട്ടെന്ന് അവിടെ MS ബിൽഡിങ് കണ്ടുപിടിക്കുവാൻ പറ്റിയില്ല എന്നാണ്. ബസ് സ്റ്റോപ്പിൻ്റെ തൊട്ടടുത്താണ്, ബസ് സ്റ്റോപ്പിൻ്റെ താന്നിമൂട് ബസ് സ്റ്റോപ്പിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ മീറ്റിംഗ് നടക്കുന്ന സ്ഥലം. അടുത്ത ആഴ്ചകളിൽ നമുക്ക് ഒരുമിച്ചായിരിക്കുവാൻ കർത്താവ് അവസരം നൽകും. പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി. സഹകരണങ്ങൾ നൽകിയ എല്ലാവർക്കും നന്ദി. കടന്നു വന്നവർക്കും വിവരങ്ങൾ ചോദിച്ചവർക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും ഞങ്ങൾ അറിയിക്കുകയാണ്. പ്രൈസർ ഫാമിലിയുടെ പേരിൽ, ഞങ്ങളുടെ സഭയുടെ പേരിൽ, ഞങ്ങളുടെ മിനിസ്ട്രിയുടെ പേരിൽ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ രാത്രിയിലും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നൊരു വചനം ധ്യാനിച്ചായിരിക്കുമ്പോൾ സീരിയസ് ആയ, നമ്മൾ ദൈനംദിനമായി ചിന്തിക്കുന്ന ആ കാര്യങ്ങൾ സീരിയസ് അല്ല എന്നല്ല, അതിലും അല്പം കൂടെ സീരിയസ് ആയ ഒരു വിഷയത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നടത്തുകയുണ്ടായി. നിങ്ങളിൽ ഒത്തിരി പേരുടെ ചോദ്യങ്ങൾക്ക് ഇന്ന് മറുപടി പറയുവാൻ ഞാനായിട്ടല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ തന്നെ പ്രാർത്ഥനയോടെ വലിയ പ്രതീക്ഷയോടെ ഒപ്പം വന്നാട്ടെ നമ്മൾ ഒരുമിച്ച് ആ വചനം ധ്യാനിക്കും, അത് ദൂതായി ഏറ്റെടുക്കും, പ്രാർത്ഥിക്കും, ഏറ്റവും ശ്രേഷ്ഠകരമായത് പ്രാപിക്കും. വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം 1-ാമത്തെ വാക്യം. അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു: മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞത്. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ് അല്ലേ? പ്രാർത്ഥിക്കുവാൻ പല പല കാരണങ്ങളുണ്ട്, പല പല ആവശ്യങ്ങളെ മുൻനിർത്തിയായിരിക്കാം നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്. എന്നാൽ പ്രാർത്ഥനയുടെ അടിസ്ഥാനം വിശുദ്ധ വേദപുസ്തകത്തിലേക്ക് വന്നാൽ പുതിയ നിയമ സഭ പ്രാർത്ഥനയെ സീരിയസ് ആയി സമീപിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലിനെ തുടർന്നാണ്. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുകയാണ്. ശിഷ്യന്മാർ പ്രാർത്ഥിച്ചു, തുടർന്ന് വന്ന സ്തോത്രം 1-ാം നൂറ്റാണ്ടിലെ ഭക്തന്മാരും അപ്പോസ്തലന്മാരും പ്രാർത്ഥിച്ചു. തുടർന്നിങ്ങോട്ട് പ്രാർത്ഥന തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു. പ്രാർത്ഥന കർത്താവായ യേശു ക്രിസ്തു പഠിപ്പിച്ചതുകൊണ്ട്. അപ്പോൾ യേശു ക്രിസ്തു പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചു, നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. എങ്കിലും പരാതി ഇതാണ്: രാവിലെ പ്രാർത്ഥിച്ചു, ഉച്ചയ്ക്ക് മറുപടി കിട്ടിയില്ലല്ലോ. എത്ര പേർ അങ്ങനെ ചിന്തിച്ച് വിഷമിച്ചിട്ടുണ്ട്? രാവിലെയും ഉച്ചയ്ക്കുമല്ല, നമ്മൾ പ്രാർത്ഥിച്ചു, മറുപടി കിട്ടിയില്ല. നമ്മുടെ മുൻപുള്ള ഒരു പ്രശ്നം, നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധി, വല്ലാതെ ആയിരിക്കുന്ന ഭാരം, അത് നീങ്ങിപ്പോകുവാൻ പ്രാർത്ഥിച്ചു, വഴി തുറക്കുവാൻ പ്രാർത്ഥിച്ചു, കഷ്ടത മാറുവാൻ പ്രാർത്ഥിച്ചു, നിരാശ ഇല്ലാതായി തീരുവാൻ പ്രാർത്ഥിച്ചു, ആ രോഗം മാറുവാൻ പ്രാർത്ഥിച്ചു അല്ലേ? പക്ഷേ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ മറുപടി എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു സമയമുണ്ട്. ഇന്ന സമയത്ത് ഈ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകും. ഭക്തന്മാരുടെ ഒത്തിരി പ്രാർത്ഥനകളും അവർ പ്രാപിച്ച മറുപടിയുമൊക്കെ നമ്മുടെ മുൻപിലുണ്ടാകും. നമ്മുടെ തന്നെ കഴിഞ്ഞ നാളുകളിൽ നമ്മൾ പ്രാർത്ഥിച്ച ദൈവത്തിൽ നിന്ന് പ്രാപിച്ച മറുപടിയും മുൻപിലുണ്ടാകും. നമ്മൾ അറിയുന്ന ഒത്തിരി പേരുടെ പ്രാർത്ഥനയും അതിൻ്റെ മറുപടിയുമൊക്കെ മുൻപിലുണ്ടാകും. പക്ഷേ നമുക്കത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത സമയത്ത് കിട്ടിയില്ല. വല്ലാത്ത നിരാശയായി, വല്ലാത്ത സങ്കടമായി കുറേയൊക്കെ നമ്മൾ പിടിച്ചു നിൽക്കും. പിന്നെ ഉള്ളം കൊണ്ട് ആദ്യം പറയും, ഇതൊന്നും നടക്കത്തില്ല, ഇതൊന്നും എൻ്റെ ജീവിതത്തിൽ നടക്കത്തില്ല, ഇതിൻ്റെ ഒന്നും സ്തോത്രം അല്ലേ? അങ്ങനെ മനസ്സ് മടുത്ത് എന്നെ കേൾക്കുന്ന ചിലരുണ്ട്. ഒത്തിരിയായി പ്രാർത്ഥിച്ചിട്ട്, ഒത്തിരിയായി പക്ഷെ പ്രതീക്ഷിക്കുന്നത് അതിനൊരു മാറ്റമില്ല അല്ലേ സഹോദരി?
നിൻ്റെ ജീവിതത്തിന് മാത്രം ഒരു മാറ്റം വരുന്നില്ല, നിൻ്റെ മക്കൾക്ക് മാത്രം ഒരു മാറ്റം വരുന്നില്ല, നിൻ്റെ ഭർത്താവിന് മാത്രം ഒരു മാനസാന്തരം ഉണ്ടാകുന്നില്ല, നിൻ്റെ ഞെരുക്കം മാത്രം മാറുന്നില്ല, നിൻ്റെ ദാരിദ്ര്യം മാത്രം മാറുന്നില്ല, നിൻ്റെ കഷ്ടതയ്ക്ക് മാത്രം ഒരു അറുതി ഉണ്ടാകുന്നില്ല, നീ കരയുക, മറ്റുള്ളവരുടെ മുമ്പിൽ നിൽക്കുവാൻ പോലും കഴിയാത്ത വിധത്തിൽ, അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുവാൻ കഴിയാത്ത വിധത്തിൽ നീ കരയുക. കേൾക്ക്, നിൻ്റെ കണ്ണുനീരിന് എൻ്റെ യേശു ഇന്ന് അറുതി വരുത്തും. അതെ, പ്രാർത്ഥനകൾക്ക് മറുപടിയില്ല. ഇനി എന്ന് ചോദിച്ചായിരിക്കുന്ന നിൻ്റെ കണ്ണുനീരിന് എൻ്റെ യേശു ഇന്ന് മറുപടി വരുത്തും. അതെ, നിൻ്റെ ചോദ്യത്തിന് എൻ്റെ കർത്താവ് ഇന്ന് ഉത്തരം നൽകും യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി വിശ്വസിക്കുന്നവർ ഒരു ആമേൻ പറയും. ആമേൻ. ഇവിടെ എന്തുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ മടുപ്പും നിരാശയും വേദനയും ഒക്കെ ഉണ്ടാകുന്നത്? ഉത്തരം ലളിതമാണ്. യേശുക്രിസ്തു പ്രാർത്ഥിക്കുവാൻ മാത്രമല്ല പഠിപ്പിച്ചത്, അതേ തുടർന്ന് എങ്ങനെ പ്രാർത്ഥിക്കണം, എങ്ങനെ ആയിരിക്കണം പ്രാർത്ഥന എന്നും കൂടെ യേശു പഠിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ചിലർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. ദൈവദാസനെ, ഈ പരസ്യങ്ങളിലൊക്കെ പറയുന്നത് പോലെ നമ്മളെ മോഹിപ്പിക്കുന്ന പ്രോമിസുകളെല്ലാം വലിയ വലിയ സിനിമാ താരങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ സെലിബ്രിറ്റികളെ കൊണ്ട് പറയിപ്പിക്കും. ഈ പരസ്യങ്ങൾ, നമ്മുടെ ഹോർലിക്സിൻ്റെ, ബൂസ്റ്റിൻ്റെ അതുപോലെയുള്ള പരസ്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? എല്ല് വളരും, പൊക്കം വയ്ക്കും, വണ്ണം വയ്ക്കും, ഇങ്ങനെ ആരാ പറയുന്നത്? സെലിബ്രിറ്റീസാണ് പറയുന്നത്. എന്നാൽ ഇവർ പറയാതെ ചെറിയ അക്ഷരത്തിൽ എഴുതിയിരിക്കുന്ന കുറേ കാര്യങ്ങൾ അതിനകത്തുണ്ട്. ആരും പെട്ടെന്ന് ശ്രദ്ധിക്കാത്ത, ആരും വായിക്കാത്ത ചില കാര്യങ്ങൾ. ഗർഭിണികൾ അത് കുടിച്ചുകൂടാ, കുഞ്ഞുങ്ങൾക്ക് അത് കൊടുത്തുകൂടാ. പക്ഷെ അവർക്കൊക്കെ ആരോഗ്യമെന്ന് പറഞ്ഞാൽ പരസ്യം ചെയ്ത് വലിയ അക്ഷരങ്ങളിൽ വാഗ്ദാനവും ചെറിയ അക്ഷരങ്ങളിൽ മുന്നറിയിപ്പുകളും. അപ്പോൾ നിങ്ങളൊരു പക്ഷേ ചിന്തിക്കും, ദൈവവും അങ്ങനെ ആയിരിക്കും. വലിയ വായിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് അതിനെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ ചെറിയ അക്ഷരത്തിൽ. ഒരിക്കലുമല്ല. പ്രാർത്ഥിക്കുവാൻ പറഞ്ഞതിനേക്കാൾ പ്രാധാന്യത്തോടെ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. അതാണ് നമ്മുടെ ബൈബിളിൻ്റെ പ്രത്യേകതയും ദൈവത്തിൻ്റെ സത്യസന്ധതയും. എന്നെ കേൾക്കുന്ന പ്രിയരെ, അസത്യവാനായ ഒരു മനുഷ്യൻ്റെ മുൻപിലല്ല നിങ്ങളായിരിക്കുന്നത്, സത്യവാനായ ദൈവത്തിൻ്റെ മുൻപിലത്രേ. എൻ്റെ ദൈവം അസത്യമായതൊന്നും നിങ്ങളോട് പറയത്തില്ല. അവൻ പറഞ്ഞതൊന്നും ചെയ്യാതെ അവൻ അസത്യവാനായി നിങ്ങളുടെ ജീവിതത്തിൽ മാറത്തുമില്ല. നിങ്ങളോട് എൻ്റെ ദൈവം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ സംഭവിക്കും. കാരണം അവൻ സത്യവാനാണ്. അവനേക്കാൾ സത്യവാനായ, അല്ലെങ്കിൽ അവനോളം സത്യവാനായ ഒരുത്തനെ നിങ്ങൾക്ക് ലോകത്തിൽ കണ്ടെത്തുവാൻ കഴിയത്തേയില്ല. അതുകൊണ്ട് ദൈവം കള്ളം പറയത്തില്ല. നോക്കിയേ, അപ്പോൾ പ്രാർത്ഥിക്കണം. ഒപ്പം എന്ത് അറിഞ്ഞിട്ട് എങ്ങനെ പ്രാർത്ഥിക്കണം, അതാണ് നമ്മുടെ ചിന്ത. 18-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. നമ്മൾ ചിന്തയ്ക്കായി വായിച്ച വാക്യത്തിൽ തന്നെ യേശുക്രിസ്തു പറയുകയാണ്, മടുത്തുപോകാതെ പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, ചെറിയ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ട് അങ്ങ് പോവുകയല്ല, ഒരു ഉപമയും കൂടെ അങ്ങ് പറയുക. ആമേൻ. മടുത്തുപോകാതെ പ്രാർത്ഥിക്കേണ്ടതിന് ഒരു ഉപമയും. ഇപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് ഒത്തിരി പേർ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വന്നു. ഉടനടി അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചു. തുടർന്നും സഭയിലും നമ്മുടെയൊക്കെ വ്യക്തി ജീവിതങ്ങളിലും ഉടനടി അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചിട്ടുണ്ട്, സംഭവിക്കുന്നുണ്ട്, ഇനിയും സംഭവിക്കും. എന്നാൽ യേശുക്രിസ്തു മടുത്തുപോകാതെ പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ അർത്ഥം ഇത്രമാത്രമേ ഉള്ളൂ: മടുപ്പുളവാവും വിധത്തിൽ പ്രാർത്ഥനയുടെ മറുപടികൾ ചിലപ്പോഴെങ്കിലും താമസിച്ചേക്കാം. ഒരിക്കൽ കൂടി പറയട്ടെ, മടുപ്പുളവാകും വിധത്തിൽ, മതി ഇനി വേണ്ട എന്ന് നിങ്ങൾ ചിന്തിക്കും വിധത്തിൽ പ്രാർത്ഥനയുടെ മറുപടി ചിലപ്പോഴെങ്കിലും വൈകിപ്പോയേക്കാം. അങ്ങനെ ഒരു പ്രാർത്ഥനയും നിശ്ചയമായും ഓരോ ഭക്തൻ്റെ ജീവിതത്തിലും ഉണ്ടാകും, അല്ലെങ്കിൽ ഒന്നിലധികം പ്രാർത്ഥനകളും ഉണ്ടാകും. അവിടെ മടുത്തുപോയി ഉടനടി പ്രാപിക്കുന്നതും പിന്നീട് പ്രാപിക്കുന്നതുമൊക്കെ നഷ്ടപ്പെടുത്തി കളയാതിരിക്കുവാൻ ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഉടനടി മറുപടി കിട്ടിയില്ല, കുറേ ദിവസം കഴിഞ്ഞാണ് മറുപടി കിട്ടുന്നത്. അങ്ങനെ ഒരു കാലതാമസം ഉണ്ടാകുമ്പോൾ അതൊരു കഷ്ടതയല്ലേ, അല്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടല്ലേ, അതൊരു മെനക്കേടല്ലേ? അങ്ങനെ ചിന്തിക്കേണ്ട. അങ്ങനെ കാലതാമസം വരുന്നുണ്ടെങ്കിൽ ആ കിട്ടുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മാധുര്യമേറിയ, വിജി പലപ്പോഴും മെസ്സേജിൽ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, കാത്തിരുന്ന് കിട്ടുന്നതിന് ടേസ്റ്റ് കൂടും. അത് തന്നെ ഞാനും പറയുന്നു. നിങ്ങൾ കാത്തിരുന്ന് മടുത്തു പോകാതെ പ്രാർത്ഥിച്ചു പ്രാപിക്കുന്നതിൻ്റെ മധുരം കൂടും. അതിൻ്റെ ലെവൽ വേറെയാണ്.
ആമേൻ. അപ്പോൾ അങ്ങനെ കാത്തിരുന്ന് ഏറ്റവും മധുരതരമായി പ്രാപിച്ച ഒരു മനുഷ്യനെ വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്കേറെ സുപരിചിതനായിട്ട് അറിയാം. മറ്റാരുമല്ല, ആബ്രഹാം തന്നെയാണ്. 25 വർഷമാണ്, 25 നീണ്ട വർഷമാണ് ആബ്രഹാം ദൈവസന്നിധിയിൽ തൻ്റെ പ്രാർത്ഥനയുടെ മറുപടിക്കായി കാത്തിരുന്നത്. ഇവിടെ നിങ്ങൾ തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. 25 വർഷമെന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കും, ദൈവദാസന് ഇതൊരു നീണ്ട കാലയളവാണല്ലോ, ഇത്ര കാലം എങ്ങനെ? പ്രിയരെ, ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം മുതൽ അബ്രഹാമിൻ്റെ ചരിത്രം ആരംഭിക്കുകയാണ്. അബ്രഹാം ദൈവത്തിൻ്റെ വിളി കേട്ടു, ദൈവത്തിൻ്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചു. നോക്കൂ, 25 വർഷം ഏകദേശം 7 അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. 25 വർഷം താൻ പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതെ വരുമ്പോൾ അബ്രഹാം നിരാശപ്പെട്ടു. അബ്രഹാം സ്വയത്തിൽ അത് പ്രാപിച്ചെടുക്കുവാൻ വേണ്ടി ശ്രമിച്ചു. മറ്റ് പലവിധ കുൽസിത പ്രവർത്തികളും, അങ്ങനെ പറഞ്ഞു വിട്ടാൽ മതി, അറിയാമല്ലോ അല്ലേ സഹോദര? ഈ കുൽസിത പ്രവൃത്തിയൊക്കെ പണിയാണ് കേട്ടോ. ദൈവം നിന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ ദൈവം അവിടെ എത്തിച്ച് അവിടെ മാനിക്കാമെന്ന് പറഞ്ഞു. നിന്നെ ദൈവം അവിടെ എത്തിച്ചു, പക്ഷേ നീ വിചാരിച്ച മാന്യത കിട്ടിയില്ല. അതിനർത്ഥം ദൈവത്തിന് തെറ്റുപറ്റിയെന്നല്ല. ദൈവം നിന്നെ അവിടെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ അവിടെ മാനിക്കും. മടുത്തു പോകാതെ പ്രാർത്ഥിക്ക്. ആ രാജ്യത്ത് മാതാവേ പിതാവേ, നിൻ്റെ തലമുറകളെ ദൈവം അവിടെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അവരെ എൻ്റെ ദൈവം മാനിക്കും. ആമേൻ. മടുത്തു പോകാതെ പ്രാർത്ഥിക്ക്. ആ രാജ്യം മുഖാന്തരം നിൻ്റെ തലമുറകൾ അറിയപ്പെടും. യെസ്, ആ രാജ്യത്തിൻ്റെ പേര് ദേശത്തിൽ നീയും നിൻ്റെ ഭവനവും നിൻ്റെ തലമുറകളും അനുഗ്രഹിക്കപ്പെടും യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് അതേ സഹോദരി, നിന്റെ മക്കളെ ആ കോഴ്സിന് അഡ്മിഷൻ കൊടുത്ത് കർത്താവ് കൊടുത്തത് അവിടെ എത്തിച്ചെങ്കിൽ ആ കോഴ്സ് അവർ പൂർത്തീകരിക്കും, നല്ല റിസൾട്ട് ഉണ്ടാകും, ആ ഡിഗ്രി അവരുടെ പേരിന് മുൻപിൽ ഉണ്ടാകും. ആമേൻ. പരീക്ഷയുടെ മാർക്ക് കുറവോ അവരനുഭവിക്കുന്ന സ്ട്രെസ്സോ ടെൻഷനോ ഇതൊന്നും കണ്ട് നീ ഭാരപ്പെടേണ്ട. അവരുടെ കുൽസിത പ്രവർത്തികൾ നോക്കി നീ ഭാരപ്പെടേണ്ട. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. നീ മടുത്തു പോകാതെ പ്രാർത്ഥിക്ക്. ദൈവസന്നിധിയിൽ മടുത്തു പോകാതെ പ്രാർത്ഥിക്ക്. പ്രിയ മാതാവേ, മടുത്തു പോകാതെ പ്രാർത്ഥിക്ക്. നിൻ്റെ തലമുറയിൽ ആ ഡിഗ്രി നീ കാണും. നിൻ്റെ തലമുറയിൽ ആ ക്വാളിഫിക്കേഷൻ ഉണ്ടാകും യേശുവിൻ നാമത്തിൽ. അത് മുഖാന്തരമുള്ള നന്മ നീ അനുഭവിക്കും. അതങ്ങനെ സംഭവിക്കുന്ന താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. ദൈവം പറഞ്ഞിട്ട് സ്തോത്രം, നീ തുടങ്ങിയ ആ സ്ഥാപനം അതങ്ങനെ പകുതി അനുവദിക്കത്തില്ല. ദൈവം പറഞ്ഞിട്ട് നീ കർത്താവിൻ്റെ വേലയിലേക്ക് ഇറങ്ങി, നാളെ നീ വീണ്ടും നോ അങ്ങനെ പോകുവാൻ കർത്താവ് അനുവദിക്കത്തില്ല. മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക, മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക. ആമേൻ. സ്തോത്രം. ഇവിടെ നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. മടുത്തു പോകാതെ എങ്ങനെ പ്രാർത്ഥിക്കണം നോക്കൂ. മടുത്തു പോകാതെ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും അല്ല, മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. ആമേൻ. സ്തോത്രം. എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. ഞാനെപ്പോഴും പ്രാർത്ഥിക്കുന്നവനാ. ആമേൻ. എന്ന് പറഞ്ഞാൽ ഏത് സമയത്ത് ഞാനിങ്ങനെ കസേരയിലിരുന്ന് അല്ലെങ്കിൽ തറയിൽ ഇങ്ങനെ ഇരുന്നിട്ട് അല്ല. ഞാൻ യാത്ര ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കും, ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കും, ഞാൻ മറ്റൊരു കാര്യം ചെയ്യുമ്പോഴും എൻ്റെ ഉള്ളിൽ പ്രാർത്ഥന എപ്പോഴും ഉണ്ടായിരിക്കും. ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ അടുക്കലിരുന്നാൽ ഉള്ളിൽ പ്രാർത്ഥനയോടെ ആയിരിക്കും ഞാൻ എൻ്റെ കുഞ്ഞിനോട് ഇടപെടുന്നത്. എല്ലാ വ്യക്തികളുടെ അടുക്കലിരിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഉറക്കത്തിലേക്ക് പോകുന്നതും പ്രാർത്ഥനയോടെ തന്നെയായിരിക്കും. ഉണരുമ്പോഴും സ്തുതിയോ സ്തോത്രമോ പറഞ്ഞുകൊണ്ടായിരിക്കും ഉണരുവാൻ കഴിയുന്നത്. അതൊരു ഭയങ്കര സന്തോഷമാണ് പ്രിയരെ. ആമേൻ. കഴിഞ്ഞ ദിവസവും ഞങ്ങൾ ചർച്ചിൽ നിന്ന് ഞങ്ങളുടെ ഒരു സഹോദരി കൊച്ചുണ്ട്, അവളെ കൊണ്ടാക്കാൻ വേണ്ടി പോയപ്പോൾ അവളുടെ ഹസ്ബൻഡ് വന്നില്ല. അപ്പോൾ തിരിച്ചൊന്ന് കൊണ്ടാക്കാൻ വേണ്ടി പോയപ്പോൾ ഒരു ബൈക്കുകാരൻ ജംഗ്ഷനിൽ വെച്ചുകൊണ്ട് ഞങ്ങളുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് ചവിട്ടി. വണ്ടി നല്ല രീതിയിൽ ബ്രേക്ക് ചവിട്ടേണ്ടി വന്നു. ബേക്കിലിരുന്നവരെല്ലാം ഫ്രണ്ടിലോട്ട് വന്നു. അപ്പോൾ ആ കൊച്ച് ഞങ്ങളുടെ വിശ്വാസി, അവൾ പറയുക, രണ്ട് പറയാത്തെന്താ. ആമേൻ. സ്തോത്രം. രണ്ട് പറയാൻ പറ്റത്തില്ല. ആമേൻ. കാരണം ആ സമയമൊക്കെ പ്രാർത്ഥിക്കുന്ന ഭാഗം കൊണ്ട് രണ്ട് പറയാനൊന്നും പറ്റത്തില്ല. ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയരെ, എപ്പോഴും ഏത് സമയത്തും പ്രാർത്ഥിക്കുവാൻ കഴിയും. മടുത്തു പോകാതെ എങ്ങനെ പ്രാർത്ഥിക്കണം? എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. ശുശ്രൂഷക എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. സഹോദരി എപ്പോഴും നീ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. നിന്റെ ഭർത്താവിൽ നീ കാണുമെന്ന് ദൈവം നിന്നോട് പറഞ്ഞു. അപ്പോൾ ഒരുപക്ഷെ നീ ചോദിക്കും, ദൈവദാസനെ, ദൈവം എന്നോട് പറഞ്ഞില്ലല്ലോ. നീ ഇപ്പോൾ അത് കേൾക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ എന്നിലൂടെ നീ അത് കേൾക്കുക. നിന്റെ ഭർത്താവ് മാറും, നിന്റെ കുടുംബജീവിതം മാറും, അവൻ മാനസാന്തരപ്പെടും. നിങ്ങൾ ഒരുമിച്ച് സന്തോഷത്തോടെ സമാധാനത്തോടെ ദേശത്തിൽ പാർത്ത് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തും. യേശുവിൻ നാമത്തിൽ. ആമേൻ. സ്തോത്രം. നീ കേട്ടത്
കർത്താവ് നിന്നോട് പറഞ്ഞത് അതങ്ങനെ തന്നെ. ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ, നീ സൗഖ്യമാകും. ആമേൻ. ഡോക്ടർ പറയുന്നതോ, ഡോക്ടർ തരുന്ന മാർക്ക് ലിസ്റ്റോ, ആമേൻ. ഞങ്ങളുടെ ഒരു കൊച്ചനുണ്ട്, അവൻ പറയുന്നത്, അങ്ങളെ ഇപ്രാവശ്യം ആശുപത്രി പോയപ്പോഴും എനിക്കൊരു മാർക്ക് ലിസ്റ്റ് തന്നു. അവൻ്റെ വിചാരത്തിൽ ഡോക്ടർ കൊടുക്കുന്ന മെഡിക്കൽ റിപ്പോർട്ട് മാർക്ക് ലിസ്റ്റ് എന്ന. എനിക്കും അത് പറയാനാണ് ഇഷ്ടം. ആ മാർക്ക് ലിസ്റ്റ് കണ്ട് നിങ്ങൾ പേടിക്കേണ്ട, ഫെയിലാകുവാൻ എൻ്റെ കർത്താവ് അനുവദിക്കത്തില്ല. സ്തോത്രം. ആമേൻ. വചനം ഇങ്ങനെ പറയുന്നു, പരീക്ഷ കർത്താവ് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ പരിഹാരവും അവൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ പരീക്ഷ എഴുതിയിട്ടുണ്ടെങ്കിൽ ജയം കർത്താവ് നിശ്ചയമായും നിങ്ങൾക്ക് നൽകും. രോഗമെന്ന ഈ പരീക്ഷയിൽ നീ തളർന്നു പോകത്തില്ല. മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക. എപ്പോഴും പ്രാർത്ഥിക്കുക. ആശുപത്രിക്കകത്തും പ്രാർത്ഥിക്കുക, പുറത്തും പ്രാർത്ഥിക്കുക, യാത്ര ചെയ്യുമ്പോഴും പ്രാർത്ഥിക്കുക. കർത്താവ് നിനക്ക് വേണ്ടി അത്ഭുതത്തെ പ്രവർത്തിക്കും. നോക്കൂ, 25 വർഷങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുവാൻ. എന്തുകൊണ്ടാണ് പറയുന്നത്? എപ്പോഴും പ്രാർത്ഥിക്കുന്നത് മടുത്തു പോകാതിരിക്കുവാൻ വേണ്ടി മാത്രമല്ല. ആബ്രഹാം ഇറങ്ങിത്തിരിച്ച നാൾ മുതൽ 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല. എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് വേഗത്തിൽ മനസ്സിലാകുന്നില്ലെങ്കിൽ പ്രഭാതമന നേരത്തെയുള്ള എല്ലാ മെസ്സേജുകളും നിങ്ങൾ കുത്തിയിരുന്ന് കേട്ടാൽ മതി. വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകും. കാരണം വചനമായി തന്നെ പ്രഭാതമനയിലൂടെ എല്ലാ പ്രഭാതങ്ങളിലും നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു. നോക്കിയേ, 13-ാം അധ്യായത്തിൽ ഒരു ദേശത്തിന് ഉൾക്കൊള്ളുവാൻ കഴിയാത്ത വിധത്തിൽ വിളികേട്ടിറങ്ങിയ അബ്രഹാമിനെയും അബ്രഹാമിൻ്റെ കൂടെ ഇറങ്ങിയ ലോത്തിനെയും ദൈവം വർദ്ധിപ്പിച്ചു. രാജാക്കന്മാർ ആബ്രഹാമിന് ബഹുസമ്പത്ത് നൽകി അനുഗ്രഹിച്ചു. ആബ്രഹാം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. ആബ്രഹാം ശക്തനായി മാറിക്കൊണ്ടേയിരുന്നു. ആബ്രഹാം എല്ലാം ഉള്ളവനായി, ആർക്കും കുറ്റം പറയുവാൻ കഴിയാത്ത വിധത്തിൽ എല്ലാം ഉള്ളവനായി ആബ്രഹാം മാറിക്കൊണ്ടേയിരുന്നു. എന്തിനു വേണ്ടി? താൻ കേട്ട വാഗ്ദത്തം പ്രാപിച്ചെടുക്കുന്നതിന് വേണ്ടി. പ്രിയരെ, ഈ കാത്തിരിപ്പ് വേള എന്ന് പറയുന്നത് ഏറ്റവും മധുരതരമായി തീരുന്നത് കാത്തിരിക്കുന്നത് മാത്രമല്ല, ആ കാത്തിരിക്കുന്ന കാലയളവിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒത്തിരി കാര്യങ്ങളെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ തരും. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. അതുകൊണ്ടാണ് വിജി കാത്തിരിപ്പ് ഏറ്റവും ടേസ്റ്റ് ആണെന്ന് പറയുന്നത്. ഞാനത് മലയാളത്തിൽ ഏറ്റവും മധുരമാണെന്ന് പറയുന്നത്. നമ്മൾ ഓരോ വിഷയങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ ആ കാത്തിരിപ്പ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയത് തരും. ഞങ്ങളും ഒരു കാത്തിരിപ്പിലാണ്. ഞങ്ങൾ ശുശ്രൂഷയിലേക്ക് ഇറങ്ങിയത് ഞങ്ങളുടെ മൂത്ത മകൻ്റെ ജന്മനാലുള്ള രോഗത്തെ സംബന്ധിച്ച 3 ദിവസമാണ് ഡോക്ടർമാർ ആയുസ് പറഞ്ഞത്. അത് 16ലേക്ക് എത്തി. ഒരു ബലൂൺ സർജറി വേണ്ടി വന്നു. 100% സക്സസ് ആവേണ്ടത് 25% സക്സസ് ആയുള്ളൂ. 2.5 വയസ്സിൽ വീണ്ടും വേണ്ടി വരുമെന്ന് പറഞ്ഞു. 5, 7, 10, 14 വർഷമായി. എല്ലാ 6 മാസം കൂടുമ്പോഴും ചിലപ്പോഴൊക്കെ ഇടയ്ക്കും ശ്രീചിത്രയിൽ ഞങ്ങൾ പോകും, എക്കോ എടുക്കും, മറ്റൊത്തിരി ടെസ്റ്റുകൾ ചെയ്യും. അപ്പോൾ ഡോക്ടർമാർ സൗഖ്യമായി, നിങ്ങളുടെ മകനെയും കൊണ്ട് ഇനി നിങ്ങൾ വരണ്ട, സന്തോഷത്തോടെ പൊയ്ക്കോളൂ, ഇത് കേൾക്കാനാണ് പോകുന്നത്. പക്ഷേ ആ കേൾക്കുവാൻ പ്രതീക്ഷിച്ചു പോകുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ പ്രാർത്ഥിച്ച് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഞങ്ങൾക്ക് കേൾക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ഡോക്ടർമാർ ആ വാക്ക് പറഞ്ഞിട്ടില്ല. 14 വർഷമായി ആ വാക്ക് പറഞ്ഞിട്ടില്ല. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച മാത്രമാണ് ഒരു ചെറിയ മാറ്റം വരുത്തി ഡോക്ടർമാർ പറഞ്ഞത്. അത് ഞങ്ങൾക്ക് വലിയ മാറ്റം. എന്താ മാറ്റം വന്നിട്ടുണ്ട്, ചേഞ്ച് ഉണ്ട്. ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല. അടുത്ത പ്രാവശ്യം നോക്കാം. മുത്തിനെ പരിശോധിക്കുന്ന ഡോക്ടർമാർ നോക്കാമെന്ന് പറയുന്നത് അവന് സുഖമാകുമെന്നല്ല, അവന് സർജറി എന്ന് ചെയ്യാമെന്ന അവർ നോക്കാമെന്ന് പറയുന്നത്. സ്തോത്രം. 14 വർഷമായി അവർ നോക്കിക്കൊണ്ടിരിക്കുക. 14 വർഷമായി. സത്യമായി പറയട്ടെ, പ്രാർത്ഥന കുറഞ്ഞു പോയിട്ടില്ല, കൂടിക്കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇപ്പോഴും ദൈവസന്നിധിയിൽ ഞങ്ങളായിരിക്കുന്നത്. മടുത്തു പോകാതെ, അല്ലെങ്കിൽ വചനം പറയുന്നത് പോലെ എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് കാത്തിരിക്കുകയാണ്. അതിനർത്ഥം എന്തെങ്കിലും നഷ്ടപ്പെട്ടവരായിട്ടല്ല, അതിലുപരിയായി പലതും ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ നൽകി. ഈ 14 വർഷം ഞങ്ങളുടെ ജീവിതത്തെ ദൈവം ഒത്തിരി അനുഗ്രഹങ്ങൾ നൽകി, ഒത്തിരി നല്ല അനുഭവങ്ങൾ നൽകി മാനിച്ചു. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുവാൻ തക്കവണ്ണം എൻ്റെ ജീവിതത്തെ ദൈവം മാറ്റി, ഞങ്ങളുടെ കുടുംബ ജീവിതത്തെ മാറ്റി. എല്ലാം പിടിച്ച് പറിച്ചെടുത്തിട്ട് ഒരു വലിയ കൂട്ടം ചേർന്ന് നിന്ന് എന്നെയും ഈ വയ്യാത്ത എൻ്റെ കുഞ്ഞിനെയും എൻ്റെ ഭാര്യയുമായി ഇറക്കിവിട്ട അതേ ദേശത്ത് കർത്താവിനെ മാനിച്ചു. ശത്രുക്കളായി മാറിയവരുടെ മധ്യത്തിൽ ഇപ്പോഴും ശത്രുതയോടെ എങ്ങനെ വേദനിപ്പിക്കാം, എന്ത്
നാശം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് കണ്ട് സന്തോഷിക്കാമെന്ന് നോക്കിയിരിക്കുന്നവരുടെ മധ്യത്തിൽ ദൈവം അനുഗ്രഹമായി നടത്തുന്നുണ്ട്. എല്ലാം തന്ന് കർത്താവ് മാനിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, പ്രിയരെ, കാത്തിരിപ്പ് മധുരതരമാണ്. ഒരു പക്ഷേ ആദ്യ വർഷം 6 മാസത്തിലോ 1 വർഷത്തിലോ ഞങ്ങളുടെ കുഞ്ഞിന് പൂർണ്ണമായൊരു സൗഖ്യം വന്നിരുന്നു എങ്കിൽ ഈ മടുത്തു പോകാത്ത പ്രാർത്ഥനയോ എപ്പോഴുമുള്ള പ്രാർത്ഥനയൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുമായിരുന്നില്ല. നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുവാനും ഞങ്ങൾ ഉണ്ടായിരിക്കുമായിരുന്നില്ല. ഞങ്ങൾ വേറെ എന്തെങ്കിലും ലോകപ്രകാരം ഞങ്ങളുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള പഴയ ജോലികളിലേക്ക് പോവുകയോ, അത്രമാത്രം ടെൻഷനുള്ള സ്ട്രെസ്സുള്ള വേലയാണ് ദൈവവേല. ആമേൻ. ശുശ്രൂഷ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന സഹോദര, അത് തിരിച്ചറിഞ്ഞിട്ട് വേണം, ആമേൻ, സ്തോത്രം, മുൻപോട്ട് പോകുവാൻ. ഈസിയല്ല. ചിലത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഇതങ്ങ് ചെയ്ത് കളയാമെന്ന് പറഞ്ഞ് ഇറങ്ങരുതേ, നീ ലജ്ജിച്ചു പോകും. പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത പ്രതിസന്ധികൾ വരും. നിന്ദിക്കപ്പെടും, അപമാനിക്കപ്പെടും. പ്രാർത്ഥിക്കുന്ന സഹോദരി, നീ കേൾക്കുന്ന നിന്ന അത് നീ ശരിയായ വഴിയിലായതുകൊണ്ടാണ്. നീ കേൾക്കുന്ന അപമാനം, നീ അനുഭവിക്കുന്ന നിരാശ, അത് നീ ശരിയായ വഴിയിലായതുകൊണ്ടാണ്. നീ ശരിയായി പ്രാർത്ഥിക്കുന്നവളെങ്കിൽ, നീ ശരിയായി കർത്താവിൻ്റെ വേല ചെയ്യുന്നവനെങ്കിൽ മറ്റൊരു വേലയിലുമില്ലാത്ത സ്ട്രെസ് ഇതിനകത്തുണ്ട്, ടെൻഷനുണ്ട്. ഈ ഒരു ശരിയായ വിശ്വാസിയാണെങ്കിൽ പോലും ഇതെല്ലാം ഉണ്ട്. അപ്പോൾ പറയണ്ടല്ലോ, കാത്തിരിപ്പാണ് ആ ടെൻഷനിലൊക്കെ പിടിച്ചു നിൽക്കുവാൻ ഞങ്ങൾക്ക് കൃപ തന്നത്. ഞങ്ങളുടെ മുൻപിലുള്ള വിഷയം അത്ര വലുതാണ്. നീ ചിലതിനു വേണ്ടി കാത്തിരിക്കുന്നുണ്ടെങ്കിൽ തിരിച്ചറിയും, ആ കാത്തിരിപ്പിലേക്ക് എത്തുന്ന സമയത്തിനകത്ത് നിൻ്റെ ജീവിതത്തിൽ ഒത്തിരി നന്മകൾ കർത്താവ് തരും. നീ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുമെങ്കിൽ, എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ, താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ എപ്പോഴും പ്രാർത്ഥിക്കുമെങ്കിൽ, നീ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുമെങ്കിൽ ഒത്തിരി നന്മകളെ കർത്താവ് തരും. നീ ഇന്ന് ഭാരപ്പെടുന്ന നിൻ്റെ വിഷയം, അതിന് മറുപടി നീ പ്രാപിക്കുമ്പോൾ എന്നെന്ന് അതെൻ്റെ കയ്യിലല്ല, ദൈവമാ തീരുമാനിക്കുന്നത്. തക്ക സമയത്ത് അതവൻ ചെയ്യും. ആ തക്ക സമയം എന്തിനെന്ന് ചോദിച്ചാൽ, ഈ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നിൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവത്തിന് ചെയ്യുവാനുണ്ട്. അതിനു വേണ്ടിയാണ്. ആമേൻ. നിങ്ങളത് പ്രാപിച്ചിട്ട് പിന്നിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾ സ്വർഗത്തിലേക്ക് കരമുയർത്തി വിളിച്ചു പറയും, എൻ്റെ ദൈവം എത്ര വലിയവനാ. ഞാൻ ഇതിനു വേണ്ടി കാത്തിരുന്നപ്പോൾ ഞാൻ അറിയാതെ എന്തോരം കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ദൈവം തന്നു. എന്നെ ദൈവം സ്നേഹിച്ചു. ഞാൻ ചോദിക്കാത്തത്, ഞാൻ ചിന്തിക്കാത്തത്, നനയ്ക്കാത്തത് എൻ്റെ ജീവിതത്തിൽ തന്നു. അതിലധികമായി നിത്യതയുടെ ഓഹരിക്കാരനാക്കിയും നിങ്ങളെ മാറ്റി. പ്രിയരെ, പ്രിയരെ, കാത്തിരിപ്പ് അത് ഏറ്റവും ശ്രേഷ്ഠകരമാണ്. മടുത്തു പോകാതെ എപ്പോഴും നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമെങ്കിൽ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണ്, പ്രൈസർ ഫാമിലിക്കൊപ്പമുള്ളവർ പ്രാർത്ഥിക്കുന്നവരാണ്. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ നിങ്ങളുടെ കാത്തിരിപ്പ് അത് നിങ്ങളെ വേറൊരു ലെവലിലെത്തിക്കും. ഞങ്ങൾ സാക്ഷികളാണ്. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കും, ദൈവദാസനെ, ശരിയാണ് നിങ്ങൾ പറയുന്നത്. വേദപുസ്തകം വായിക്കുമ്പോൾ, നിങ്ങളുടെ ജീവിതം കാണുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്ക്, നിങ്ങൾക്കത് മനസ്സിലാക്കുവാനായി കഴിയും. പക്ഷേ എങ്ങനെ അത് സാധ്യമായി തീരും? അതിനാണ് പ്രിയരെ കൂട്ടായ്മയും ഉപവാസവും. ശക്തമായൊരു കൂട്ടായ്മയുടെ മധ്യത്തിൽ മാത്രമേ നിങ്ങൾക്ക് മടുത്തു പോകാതെ നിൽക്കുവാൻ കഴിയത്തുള്ളൂ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ അടയ്ക്കുവാൻ, നിങ്ങളെ ചേർത്ത് നിർത്തുവാൻ, നിങ്ങളുടെ ആവശ്യം അറിഞ്ഞ്, നിങ്ങളെ കുറ്റം പറഞ്ഞ്, നിങ്ങളുടെ കുറവുകളെ കുത്തി കുത്തി വേദനിപ്പിച്ച്, നിങ്ങളെ മുറിപ്പെടുത്തി, അതല്ല അവിടെ പ്രാർത്ഥനയല്ല. അവിടെ നിങ്ങൾ പിന്മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ അവസ്ഥ ഇറങ്ങി നിങ്ങളെ ചേർത്ത് നിർത്തുവാൻ, ഉപവാസത്തോടെ നിങ്ങളെ ശക്തിപ്പെടുത്തുവാൻ, ഉപവസിക്കുവാൻ ഒരു കൂട്ടായ്മ, ഒരു ഉപവാസ പങ്കാളിത്തം നിങ്ങൾക്ക് ആവശ്യം. നിങ്ങൾ ശരിയായ സ്ഥാനത്തായിരിക്കുന്നു. പ്രൈസർ ഫാമിലിക്കൊപ്പം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പ്രൈസർ ഫാമിലി എപ്പോഴും നിങ്ങൾക്കൊപ്പമുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക. ഒരു ഉപവാസം നിങ്ങളുടെ വിഷയത്തിന് വേണ്ടി മാത്രമായി ക്രമീകരിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എന്തിന് മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിച്ച് ആ വാക്തത്വവും, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹത്തോടെ ആയിരിക്കുന്ന, പ്രതീക്ഷിച്ചായിരിക്കുന്ന ആ വിടുതലും അതിനോടൊപ്പം വന്നു ചേരേണ്ട ഒത്തിരി നന്മകളും പ്രാപിച്ചെടുക്കുവാൻ ഉപവാസം ക്രമീകരിക്കുവാൻ നിങ്ങൾ ആഗ്രഹിച്ചായിരിക്കുന്നുവെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. മെസ്സേജ് അനുഗ്രഹമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും ഷെയർ ചെയ്തും എത്തിക്കുക. അവരെയും പ്രൈസർ കുടുംബത്തിനൊപ്പം അതെ ചേർത്ത് നിർത്തുക. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം, ഉപവസിക്കാം, കാത്തിരിപ്പുകളെ ഏറ്റവും മധുരതരമാക്കി മാറ്റാം. മടുത്തു പോകാതെ തന്നെ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ അവിധത്തിൽ ഒരുമിച്ച് മുന്നേറുവാൻ ഒത്തിരി
അനുകൂലമായ സാഹചര്യങ്ങൾ നമുക്ക് മധ്യത്തിൽ കർത്താവ് ഒരുക്കി തന്നിട്ടുണ്ട്. എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 11:30 മണി മുതൽ പ്രൈസർ ഫാമിലിയുടെ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ. ലിങ്ക് അവൈലബിൾ അല്ലാത്തവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക, നിങ്ങൾക്ക് ലിങ്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യുക. ആ ലിങ്കുകൾ നിങ്ങൾക്ക് ലഭ്യമാകുന്ന മുറയ്ക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് അവരെയും ജോയിൻ ചെയ്യിപ്പിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ലൈവായി കമൻറ്റ് ചെയ്യുക. തുടർന്ന് നമ്മൾ ഒരുമിച്ച് ലൈവായി തന്നെ പ്രാർത്ഥിക്കും. വരുന്ന ആഴ്ചകളിൽ അത് നിങ്ങളുടെ സാക്ഷ്യമായി മാറും. എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതൽ പ്രൈസർ ഫാമിലിയുടെ വിശുദ്ധ സഭാരാധന ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ഒരു ആത്മീയ ആരാധന മിസ് ചെയ്തായിരുന്നാലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യുവാനായിട്ട് കഴിയും. വെറുതെ ജോയിൻ ചെയ്യുക മാത്രമല്ല, ഏറ്റവും ശ്രേഷ്ഠമായത് പ്രാപിക്കാനും കടന്നു വരുവാൻ കഴിയുന്ന ദൂര സ്ഥലങ്ങളിലുള്ളവർ കടന്നു വരിക, കുടുംബമായി തന്നെ കടന്നു വരിക. കർത്താവ് നിങ്ങളെ മാനിക്കും. 12 മണി മുതൽ കുഞ്ഞുങ്ങളുടെ സഭാരാധനയുണ്ട്, അവരും വളരേണ്ടത് ആവശ്യമാണ്. 3 മണി മുതൽ പറഞ്ഞതുപോലെ നെയ്യാറ്റിങ്കര അമരവിളയിൽ താന്നിമൂട് ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്ത് നമ്മുടെ മീറ്റിംഗ് ഉണ്ട്. നിങ്ങൾ കടന്നു വരിക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ കൂട്ടി വരുത്തുക. പിന്നെ ഈ പ്രാർത്ഥന ആവശ്യമാണ് കേട്ടോ, സഹായ സഹകരണങ്ങളും. കണ്ണടച്ചോ. വിശ്വാസ കർത്താവേ, നല്ല ദൈവമേ, അനുഗ്രഹീതമായിരിക്കുന്ന നല്ല സമയം അപ്പാ, അനുഗ്രഹിക്കപ്പെട്ടൊരു ആലോചന അങ്ങ് ഇവരിലേക്ക് കൈമാറിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. മടുത്ത് മനസ്സ് തകർന്ന് ഇനി വയ്യ, ഇനി പ്രാർത്ഥിക്കുവാൻ വയ്യ, വേണ്ട എന്ന് പറഞ്ഞായിരിക്കുന്നവരുണ്ട്. ഇപ്പോൾ മുതൽ അവർ മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിച്ച് അവർ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മറുപടി പ്രാപിക്കുന്നതിന് മുമ്പേ അവരുടെ ജീവിതം മാറി മറിയുന്ന എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഇവർ പ്രാപിച്ചെടുക്കട്ടെ. ഇവരിലെ രോഗികൾക്കായി യേശുവപ്പാ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് സൗഖ്യമാക്കണമേ. എല്ലാ രോഗങ്ങളും വിട്ടുമാറട്ടെ. ജന്മനാലുള്ള രോഗങ്ങൾ വിട്ടുമാറട്ടെ. വൃക്ക സംബന്ധമായ എല്ലാ രോഗങ്ങളും മാറിപ്പോകട്ടെ. ലിവർ സംബന്ധമായ രോഗങ്ങൾ മാറട്ടെ യേശുവിൻ നാമത്തിൽ. മൂക്കിലുള്ള ചില രോഗങ്ങൾ, ചില വളർച്ചകൾ സർജറി കൂടാതെ പറ്റത്തില്ല എന്ന് പറയുന്ന പ്രാർത്ഥിക്കും സഹോദരി, കർത്താവ് സൗഖ്യമാക്കി യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി എല്ലാ രോഗങ്ങളും മാറിപ്പോകട്ടെ. ഉറക്കമില്ലായ്മകൾ മാറിപ്പോകട്ടെ. ഡിപ്രഷനുകൾ മാറിപ്പോകട്ടെ. സൂയിസൈഡ് ടെൻഡൻസികൾ മാറിപ്പോകട്ടെ. സ്തോത്രം. ഓ യെസ്, യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുക. നീ സുഖകരമായി ഉറങ്ങുവാൻ പോവുകയാണ്. ആശുപത്രി കയറി ഇറങ്ങുന്ന അനുഭവത്തിന് അറുതി വരിക. അവൻ ആ ദുരാത്മാവ്, നിന്നെ രോഗിയാക്കുന്ന ദുരാത്മാവ്, അശുദ്ധാത്മാവ് വിട്ടുമാറുക. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പം അനുഗ്രഹിക്കപ്പെട്ട ജോലികൾ നൽകി ഇവരെ മാനിച്ചോട്ടെ. കാത്തിരിപ്പിന് അറുതിയാവട്ടെ. നല്ല ജോലികൾ നൽകണമേ. നല്ല സാമ്പത്തിക ഭദ്രതയുള്ള ജോലികൾ നൽകി മാനിക്കണമേ. വഴികൾ വിശാലതയിൽ തുറക്കപ്പെടട്ടെ. ജോലി സ്ഥലങ്ങളിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ വിടുവിക്കപ്പെടട്ടെ. ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ. സാലറി വർധനവ് ലഭിക്കട്ടെ. കടഭാരങ്ങൾ മാറിപ്പോകട്ടെ. പലിശക്കടങ്ങളിൽ ജപ്തി നോട്ടീസുകൾ മാറിപ്പോകട്ടെ. സ്വദേശത്തും വിദേശത്തും പല നിലകളിൽ കടന്നു പോകുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നവർ വിസകൾ വരട്ടെ. വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ. വിസ പ്രോബ്ലങ്ങൾ മാറട്ടെ. പല രാജ്യങ്ങളിലും വിസ സംബന്ധമായ പ്രശ്നങ്ങളിലായിരിക്കുന്നവർ പരിഹാരമുണ്ടാകട്ടെ. അപ്പം അങ്ങ് പരിഹാരകർ എഴുന്നേൽപ്പിക്കണമേ. ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗ്ഗം അങ്ങ് അത്ഭുതം പ്രവർത്തിക്കണമേ. വിസ സംബന്ധമായി പല രാജ്യങ്ങളിലും നിയമങ്ങൾ കഠിനമാകുന്നു. കർത്താവെ, നിയമങ്ങളിൽ ബാധിക്കപ്പെട്ടു പോകുവാൻ അനുവദിക്കരുത് കർത്താവെ. പുതിയ ജോലികൾ ലഭിക്കട്ടെ. കാത്തിരിപ്പുകൾ കറുതിയുണ്ടാകട്ടെ. വിദേശ രാജ്യങ്ങളിൽ ജനം അനുഗ്രഹം പ്രാപിക്കട്ടെ. IELTS, OET, പ്രോമെട്രിക് മത്സര പരീക്ഷകൾ എഴുതിയായിരിക്കുന്നവർ നല്ല റിസൾട്ടുകൾ നൽകിയാട്ടെ. അവർ ആഗ്രഹിക്കുന്നത് അവരുടെ ജീവിതത്തിലുണ്ടാകട്ടെ. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, ഭാവി അനുഗ്രഹമായി തീരട്ടെ. വിവാഹം നടക്കട്ടെ. ഉദരഫലങ്ങൾ ജനിക്കട്ടെ. പരീക്ഷകൾ റിസൾട്ടുകൾ ഉണ്ടാകട്ടെ. ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങട്ടെ. മക്കളെ പഠിപ്പിക്കുവാനുള്ള നന്മ കരങ്ങളിൽ എത്തട്ടെ. ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ. നന്മകളെ തടഞ്ഞു വയ്ക്കുന്ന എല്ലാ പോരുകളും പോരാട്ടങ്ങളും മാറിപ്പോകട്ടെ. കടഭാരങ്ങൾ, പലിശക്കടങ്ങൾ, ജപ്തി നോട്ടീസുകളും മാറിപ്പോകട്ടെ. ഭവനങ്ങൾ പണിയട്ടെ. വസ്തുക്കൾ വാങ്ങട്ടെ. വാഹനങ്ങൾ വാങ്ങട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രാർത്ഥനാ ജീവിതമുള്ളവരായി മാറട്ടെ. കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. മദ്യപാന, വ്യഭിചാര, വെറുക്കൂത്തുകൾ കുടുംബങ്ങൾക്കകത്ത് നിന്ന് വ്യക്തികളിൽ നിന്ന് മാറിപ്പോകട്ടെ. ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായവും നിർദ്ദേശവും ഞങ്ങളെ അറിയിക്കുമല്ലോ. നാളെ പകൽ ദൈവം അനുവദിച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ടനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെയായിരിക്കും. അതുവരേക്കും പ്രിയർ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 11 മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും.
ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രൈസർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക. പാസ്റ്റർ രതീഷ് JS, മൊബൈൽ നമ്പർ 8921632290. സിസ്റ്റർ വിജി രതീഷ്, മൊബൈൽ നമ്പർ 7561838946. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രൈസർ ഫാമിലിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക.